ഒന്ന് മക്കളെ ഗബ്രീനെ ലോക്കാക്കാനുള്ള പരിപാടിയാണ് ഇപ്പം ജാസ്മിൻ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അതെങ്ങനെയൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര ആത്മാർത്ഥതയുള്ള സ്ത്രീയാണ് കേട്ടോ, അതല്ലെങ്കിൽ ഞാൻ ഒരാളെ പ്രേമിച്ച പിന്നെ അയാളെ തന്നെ ഓർത്തുകൊണ്ടിരിക്കും കേട്ടോ, വേണമെങ്കിൽ അയാളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് പൊട്ടിക്കരയും കേട്ടോ, അയാൾ അടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ വികാരപരിധിയായി ഇരിക്കും കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ തോന്നിപ്പിച്ച് എടുക്കുകയാണ്. കാരണം ഈ ഒരു സാധനത്തിന് ആണായി ജനിച്ച് ജീവിച്ച് ചിന്തിച്ച് മരിച്ച് പോവാനുള്ള ഒരുത്തൻ ഇതിനെ ഇനി കെട്ടൂല. അല്ലെങ്കിൽ ഈ കല്യാണം എന്നൊക്കെ പറയുന്ന സംഗതി വെറുതെയാണ്. അതിലേക്കൊന്നും പറഞ്ഞാൽ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷെ എന്നാലും എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളല്ലല്ലോ. ഈ സാധനത്തിനൊക്കെ കെട്ടുന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പം ഏതെങ്കിലും ഒരു സ്ത്രീ രൂപം മതി, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൂട്ടത്തിൽ ഒരു പെണ്ണ് മതി, ഇടയ്ക്കിടയ്ക്ക് പോയി പ്ലൂത്തി കളിക്കാൻ ഒരു സാധനം മതി എന്നൊക്കെ തോന്നുന്ന ആളുകളൊക്കെ ചിലപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കെട്ടുമായിരിക്കും. അതെനിക്ക് പറയാനുള്ളൂ. ഇത് ഗബ്രീൻ എങ്ങനെയെങ്കിലും ലോക്കാക്കിയിട്ട്, കാരണം ഇപ്പം അഫ്സൽക്കല്ല, മുന്നക്കല്ല, സിയാദക്കല്ല, നിലവിൽ ഒരു ചേട്ടന്മാരുമില്ല, ഇനി ആരും ഇതിനെ മൈൻഡും ചെയ്യില്ല എന്നുള്ള കാര്യമൊക്കെ ഇതിനെന്നെ വെടുപ്പായി. അതിൻ്റെ ബോധത്തിലേക്ക് ബോധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഏതായാലും നടക്കാൻ പോകുന്നില്ല. അപ്പം ഗബ്രീനെ വിടരുത്. ഗബ്രി ഇനി ഭാവിയിൽ വലിയൊരു ഹീറോ ആവാനുള്ളതാണ്. അതിനുള്ള സാധനങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ ലവ് കോംബോ, അതുപോലെ തന്നെ റീൽസിലേക്ക് പറ്റിയ സാധനങ്ങളും നോട്ടങ്ങളും കയപ്പും കടിയും അല്ലെങ്കിൽ കടിപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കിസ്സിങ്, ഹഗ്ഗിങ്, ഭയങ്കര റൊമാൻറ്റിക്, ക്യൂട്ട്നെസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു റീൽസും ഷോർട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പുറത്ത് ഭയങ്കര തരംഗമായിരിക്കും ഇപ്പൊ ഉണ്ടാവുന്നതെന്നൊക്കെ ആയിരിക്കും ചിലപ്പം ആ വാണം പോലുള്ള സ്ത്രീ ജാസ്മിനൊക്കെ കാമപ്പന്നി കന്നിമാസ പട്ടിയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അതിന്റെ കാര്യത്തിലേക്ക് എനിക്ക് സഹതാപം, അല്ലെങ്കിൽ ദേഷ്യം, സങ്കടം, വിഷമം ഒക്കെ തോന്നുന്നുണ്ട്. ഈ ഒരു രീതിയിലാവേണ്ടതല്ല ഈ ഗബ്രി ആണെങ്കിലും ശരി, ജാസ്മിൻ ആണെങ്കിലും ശരി. ഇവരാര് എന്തോ കുത്തിക്കയപ്പ്, അടുത്തിരിക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതോ ഉമ്മ വെക്കുന്നതോ നക്കുന്നതോ തൊടിക്കുന്നതോ ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഷിബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു സാധനം കാണിച്ചപ്പോൾ തന്നെ ഇല്ലാത്തൊരു കോലാഹലങ്ങളൊന്നും ആ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഇല്ലാണ്ട് ഇരുന്നിട്ടില്ലായിരുന്നു. അത്രയും പ്രശ്നങ്ങളും അയാൾ അത്രയും മാനസികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടൊക്കെ അയാൾ ഒരുപാട് തളർത്തി പോയിട്ടുണ്ട്. അപ്പം ഈ ജാസ്മിനും ഗബ്രിയും പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കൈകാലുകളിട്ട് അലക്കി കളിക്കുന്നതും അതൊക്കെ, അല്ലെങ്കിൽ ഇവരുടെ കയപ്പും കസ്സിങ്ങും ഹഗ്ഗിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടുംബസമേതം ഇങ്ങനെ ഇരുന്ന് സദസ്സായിട്ടിരുന്ന അയൽവാസികളെയും കുട്ടികളെയും കുടുംബക്കാരെയും അല്ലെങ്കിൽ എന്താ പറയുക ഒരു നാട്ടുകാരും മൊത്തത്തിൽ ഇരുന്ന് ഇങ്ങനെ സദസ്സായിട്ടിരുന്ന് കാണേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് ബിഗ് ബോസിന്റെ ധാരണ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ ഈ ഗബ്രി അത് ലോക്കാവാൻ പോവാണ്, ഉറപ്പാണ്. ഗബ്രിക്ക് വേറൊരു വഴിയുമില്ല. കാരണം ഞാൻ അറിയില്ല, അത് ഇല്ലാത്ത കാര്യങ്ങളും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഭാവിയിലേക്ക് ഏതെങ്കിലും രീതിയിൽ വലിയൊരു റിലേഷൻഷിപ്പ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗബ്രിക്ക് പിന്നെ അയാളുടെ ഈ ഒരു കാരിയറുള്ള നിലക്ക് അയാൾക്ക് ഒരു ഭാഗത്തേക്കും നോക്കേണ്ടി വരില്ല. അയാൾ എവിടെ പോയി കഴിഞ്ഞാലും വഷളാവുള്ളൂ. അതങ്ങനെ സംഭവിക്കുള്ളൂ. കാരണം ഇപ്പൊ തന്നെ ഈ ഗബ്രീനെ പോലുള്ള ഒരു ബിഗ് ബോസിന് പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്നാണ് അയാൾ എല്ലാവരും പറയുന്നത്. അയാൾ എൻ്റെ അഭിപ്രായം തന്നെയാണ്. പക്ഷെ അത് അയാൾ വേണ്ട മാതിരി ഉപയോഗിച്ചിട്ടില്ല. ഈ ഒരു എന്താ പറയാ, ഒരു നാനയും കുളിയും പോലും ഇല്ലാത്ത ഈ ഒരു സാധനത്തിനെ കണ്ടിട്ട് കണ്ണും മഞ്ഞിച്ച് തുള്ളിച്ചാടി ഊഞ്ഞാലാടി കളിച്ച ഒരു പാവാട പൊട്ടച്ചിയായി പോയി ഈ ഗബ്രി. നല്ല രീതിയിൽ പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ റോബിന്റെയും അതല്ലെങ്കിൽ അഖിലേട്ടന്റെ ഒക്കെ ഒരു ലെവലിലേക്ക് എത്തിപ്പോണ്ട, അല്ലെങ്കിൽ കുറച്ച് അത്യാവശ്യം ഒരു ഫാൻ ബേസ് ഒക്കെ ഉണ്ടായി പോകേണ്ട ഒരു മനുഷ്യനെ ഇത് വെറുതെ നശിപ്പിച്ചിട്ട് ഒരുമാതിരി ഊളകളെ പോലെ ഒന്നും കണ്ടിരുന്ന് മെഴുകുകയാണ് ഇപ്പൊ ലൈവിലൊക്കെ ഒന്നും കണ്ട്. ദേശം വകതിരിവും ബോധം ഉണ്ടെന്നെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കണേ ഈ സാധനത്തിന് ഇനി അടുപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്.